കൊട്ടാരക്കരയിൽ ഗവൺമെൻറ് ആശുപത്രിയിൽ അതിക്രൂരമായി കൊല്ലപ്പെട്ട ഡോക്ടർ വന്ദനദാസിനെ നിങ്ങൾക്കറിയാം. ഇന്നലെ ഈ കേസിൽ പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. പ്രതി സന്ദീപിന് പരമാവധി ശിക്ഷ നൽകണമെന്ന് അച്ഛൻ ആഗ്രഹിക്കുന്നു. കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയാണ് ഇന്ന് ശിക്ഷ വിധിക്കുക. 2023 മെയ് 10-നാണ് കൊട്ടാരക്കര താലൂക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വെച്ച് ഡോക്ടർ വന്ദനദാസിനെ പ്രതി സന്ദീപ് കുത്തി കൊലപ്പെടുത്തിയത്. ഈ പ്രതിക്ക് എന്ത് ശിക്ഷ കൊടുക്കണം എന്ന് നമുക്ക് നേരിട്ട് ചോദിക്കാം. നമുക്ക് വന്ദനദാസിൻ്റെ പിതാവ് KG മോഹൻദാസ് ഇക്കാര്യത്തെക്കുറിച്ച് നേരത്തെ പറഞ്ഞ ഒരു സംഭാഷണമുണ്ട്. അത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മൾ കേൾപ്പിച്ചു തരാം. ഡോക്ടർമാരും ആരോഗ്യപ്രവർത്തകരും മറ്റ് ശാസ്ത്രീയ പഠനത്തിന് ഉള്ള ആളുകളുടെയുമാണ് ഇവിടെ കോടതിയിൽ വിസ്തരിച്ചത്. അവരെല്ലാവരും തന്നെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയുകയും അതനുസരിച്ച് കോടതി ഈ ചുമത്തിയിരുന്ന എല്ലാ വകുപ്പുകളും സംശയാതീതമായിട്ട് തെളിഞ്ഞതായിട്ട് കഴിഞ്ഞ ദിവസം കോടതിയിൽ പ്രഖ്യാപിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതിക്ക് കിട്ടാവുന്ന പരമാവധി ശിക്ഷ ലഭിക്കും എന്നുള്ളതാണ് ഞങ്ങളും പ്രതീക്ഷിക്കുന്നത്. എന്തായാലും പ്രതിക്ക് പരമാവധി ശിക്ഷ ലഭിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ. മാത്രവുമല്ല, കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയാണ് ഇന്ന് ഈ വിധി പറയുക. കൂടുതൽ വിവരങ്ങളുമായി കൊല്ലത്തുനിന്ന് സൂര്യഗായത്രി കൂടി നമുക്കൊപ്പം ചേരുന്നു. പറയൂ സൂര്യഗായത്രി, ഈ അച്ഛൻ അനുഭവിക്കുന്ന വേദന നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ഈ അമ്മയാണെങ്കിൽ അതിനുശേഷം ഉറങ്ങിയിട്ടുണ്ടോ എന്നെനിക്ക് സംശയമാണ്. കാര്യം അവരോട് പലപ്പോഴും എനിക്ക് സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ കാര്യം അവരുടെ ഏക മകളായിരുന്നു ഡോക്ടർ വന്ദന. SKN ആ മാതാവിന്റെയും പിതാവിന്റെയും ആവശ്യം മാത്രമല്ല, ഇന്ന് കേരളം ഒന്നാകെ വന്ദന കൊലപാതക കേസിലെ പ്രതിക്ക് എന്ത് ശിക്ഷ നൽകുമെന്നത് കാതോർത്തിരിക്കുകയാണ്. പരമാവധി ശിക്ഷ തന്നെ കുടവട്ടൂർ സ്വദേശി സന്ദീപിന് നൽകണമെന്നുള്ള ആവശ്യം പൊതുസമൂഹത്തിൽ നിന്ന് തന്നെ ഉയരുന്ന സാഹചര്യമുണ്ട്. എന്തായാലും പ്രതി കുറ്റക്കാരനെന്ന് കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി കണ്ടെത്തി കഴിഞ്ഞു. ഇന്നിപ്പോൾ പ്രതിക്കുള്ള ശിക്ഷാവിധി അത് എന്താണ് എന്നത് അറിയാൻ സാധിക്കും. എന്തായാലും പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നുള്ള വാദം പ്രോസിക്യൂഷൻ ഉയർത്തുമ്പോൾ ആ ശിക്ഷയുടെ വ്യാപ്തി കുറയ്ക്കാൻ ആവശ്യങ്ങൾ ഒരുപക്ഷെ പ്രതിഭാഗത്തിന്റെ ഭാഗത്ത് നിന്ന് ഉയരാനുള്ള സാധ്യതയുണ്ട്. അതെന്തൊക്കെയാണെന്ന് അറിയേണ്ടതായിട്ടുണ്ട്. എന്തായാലും മാനസിക പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ള വാദം ഇനിയും പ്രതിഭാഗത്തിന് ഉയർത്താൻ കഴിയില്ല. അത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രതിക്ക് അത്തരത്തിൽ ഒരു പ്രശ്നവും ഇല്ല എന്നുള്ളത് പ്രോസിക്യൂഷൻ കോടതിയെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇനി മറ്റെന്തെങ്കിലും ആവശ്യം പ്രതിഭാഗത്തിന്റെ ഭാഗത്ത് നിന്ന് ശിക്ഷയുടെ വ്യാപ്തി കുറയ്ക്കാൻ ഉണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. എന്തായാലും 70-ലധികം സാക്ഷികളെയാണ് കേസുമായി ബന്ധപ്പെട്ട് വിസ്തരിച്ചിട്ടുണ്ടായിരുന്നത്. 207 രേഖകൾ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ടായിരുന്നു. 22 തൊണ്ടിമുതലുകൾ ഹാജരാക്കിയിട്ടുണ്ടായിരുന്നു. കേരളത്തിൽ ഒരു കൊലപാതക കേസിൽ ഏറ്റവും അധികം ഡോക്ടേഴ്സ് സാക്ഷി പറയുന്ന കേസ് കൂടിയായിരുന്നു ഡോക്ടർ വന്ദന കൊലപാതക കേസ്. എന്തായാലും ഇന്നിപ്പോൾ സന്ദീപ് എന്ന പ്രതിക്ക് എന്ത് ശിക്ഷയാണ് നൽകാൻ പോകുന്നതെന്ന് കൊല്ലം അഡീഷണൽ സെക്ഷൻസ് കോടതിയിൽ നിന്ന് നമുക്കറിയാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.